നിങ്ങൾക്കും എനിക്കും എന്നാ ഇഷ്ടം? പ്രാർത്ഥിച്ചിട്ട് കൗൺസിലർ പറയുക സ്ഥലത്തിന് എന്തോ പ്രശ്നമുണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സ്ഥലത്തിനല്ലേ പ്രശ്നമുള്ളൂ, നമുക്ക് പ്രശ്നമില്ലല്ലോ. ഞാനിങ്ങനെ ചിന്തിച്ചു, കുറെ വ്യാജ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട് പല സ്ഥലത്ത്. ഒരു സ്ഥലത്ത് ഒരാൾ വന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥനക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല, 9 ദിവസം 101 തിരി കത്തിച്ചാൽ പ്രശ്നം മാറുമെന്ന് പറഞ്ഞു. 101 തിരിക്ക് ഇപ്പൊ എത്ര രൂപയാവും നിങ്ങൾക്കറിയാം? 101 തിരി ഇയാള് മുടങ്ങാതെ 9 ദിവസം കത്തിച്ചു. പ്രശ്നം മാറിയിട്ടില്ല. ഒരു പ്രശ്നവും മാറാത്തോണ്ട് അദ്ദേഹത്തിന് ഒരു വിഷമം. ഈ പ്രാർത്ഥനക്കാരന്റെ ഫോൺ നമ്പറും ഇല്ല. ഇത് എവിടുന്നാണ് ആളെന്ന് അറിയത്തില്ല. അയാൾ വെറുതെ വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി. 101 തിരി കത്തിച്ച പ്രശ്നം 9 ദിവസം തീരും എന്ന് പറയുന്നവരുണ്ടാകും. നിങ്ങൾ ഇനി വചനം വായിച്ചു നോക്കിയേ. ഈശോ ആരോടും പറഞ്ഞില്ല സ്ഥലത്തിന് പ്രശ്നമുണ്ട്, വീടിരിക്കുന്ന സ്ഥലം ചെരിഞ്ഞായിരിക്കുന്നത്, പോക്കുവരവ് കാണുന്നുണ്ടല്ലോ, കൂടോത്രം ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. ഈശോ ആരോടെങ്കിലും പറഞ്ഞോ? ഈശോ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളിൽ ഒരു മാനസാന്തരം, പാപം ഉപേക്ഷിക്ക്, മാനസാന്തരപ്പെട്, ദൈവത്തോടടുക്ക്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ബൈബിളിൽ എവിടെ ഈശോ പറഞ്ഞിട്ടില്ല, പഴയ നിയമത്തിലും പറഞ്ഞിട്ടില്ല സ്ഥലത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ അനേക ആളുകൾ ചില വ്യാജപ്രവാചകന്മാരുടെ വാക്ക് കേട്ട് പോവുക. ശ്രദ്ധിച്ചേ, നമ്മളോട് ഈശോ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിൽ ഒരു മാനസാന്തരം നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 3-ാമത്തെ വാക്യം, ഇതാ ഒരു സ്വരം ഉയരുന്നു, ദൈവത്തിന് വഴി ഒരുക്കുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന് എന്തൊരു വഴി ഒരുക്കണം? അതായത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക്, കൃഷിയിലേക്കെല്ലാം നമ്മുടെ ജീവിതം കൊണ്ടൊരു വഴി ഒരുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്താലുള്ള ഗുണത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 5-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, ദൈവ മഹത്വം അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, കർത്താവാണിത് അരുളി ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മളെല്ലാം പല തകർച്ചകളുടെയും കാരണം ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതാണ്. കാർന്നോന്മാരായിട്ട് പൂർവ്വപിതാക്കന്മാർ വഴി വന്നിട്ടുള്ള ഏതോ തകർച്ചയാണ്. എൻ്റെ അപ്പൻ്റെ അപ്പൻ ഏതാണ്ടോ കുറ്റം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തകർച്ച ഇപ്പോ കടന്നു പോകുന്നത്. ഇങ്ങനെ ചിന്തിക്കരുത്. ഇതിലെല്ലാം കുറച്ചൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാളുടെ ഒരാൾ മനസ്സ് മാറിയാൽ എല്ലാ തിന്മയുടെ ശക്തികളും അവിടെ മാറിപ്പോകും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണമാകുന്നത്. എന്നെ അടുത്ത് ഒരു ബേക്കറി നടത്തുന്ന ഒരാള് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം ഒരു ബേക്കറി നടത്തി. അദ്ദേഹത്തിന് അതിൽ നിന്ന് ആദ്യകാലങ്ങളിലെല്ലാം കുറച്ച് ബിസിനസ് ഒക്കെ നന്നായിട്ട് പുരോഗമിച്ചു. പിന്നീട് ബിസിനസ് പൊളിഞ്ഞ് കടം കയറി ഈ ബിസിനസ് വിറ്റ് കളയേണ്ട ഒരു സാഹചര്യമാണ്. ഒരിക്കലും ബിസിനസ്സിൽ പരാജയപ്പെടാൻ പറ്റുന്നില്ല. ഉയരാൻ പറ്റാത്ത ഈ സമയത്ത് ഈ വ്യക്തി ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ആരോ ഒരാൾ പറഞ്ഞു, ഇതേ ടൗണിലുള്ള വേറെ ഒരാൾ ഇയാളുടെ ബിസിനസ് തകരാൻ വേണ്ടി എന്തോ ഒരു തിന്മയുടെ ശക്തികളോട് കൂട്ടിച്ചേർന്ന് എന്തോ ചെയ്ത് പൂട്ടി വച്ചിരിക്കുകയാണ്. അതാണ് തകർന്നത്. അങ്ങനെ ആ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ നിർബന്ധിച്ച് ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. വെള്ളിയാഴ്ചയല്ല, വേറെ ദിവസമാണ് വന്നത്. ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരാൾ എന്തോ ചെയ്തു എന്നാണ് ഞങ്ങൾ ബലമായി വിശ്വസിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് അടിക്കടി തകർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ചെറിയ മെസ്സേജ്, ഒരു വെളിപ്പെടുത്തൽ, ഒരു ആലോചന നൽകി. ഈ സ്ത്രീ പ്രാർത്ഥിക്കുന്നത് ടോയ്ലറ്റിൽ ഇരുന്നാണ്. ഈ ചേച്ചി നാളുകളായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു, ചേച്ചി ടോയ്ലറ്റിൽ പോയി എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഈ സഹോദരി പ്രാർത്ഥിക്കണമെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒറ്റ കാര്യമുള്ളൂ,
പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ചേച്ചി ആ വീട്ടിൽ നാളുകളായി പ്രാർത്ഥിക്കുന്നത് ടോയ്ലറ്റിൽ പോയി, മക്കൾക്കും ഇഷ്ടമല്ല, അപ്പനും ഇഷ്ടമല്ല, ആരും അപ്പന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് മക്കളെല്ലാം അപ്പനെ സപ്പോർട്ടാണ്, പ്രാർത്ഥിക്കുന്നതിന് എതിരോടെതിരാണ്. പ്രാർത്ഥിക്കുന്നത് നീ എന്റെ കൺമുമ്പിൽ ആരും കണ്ടേക്കരുത്. ബൈബിൾ തുറന്നു വെക്കുന്നത് കാണാൻ പാടില്ല, കൊന്ത ധരിക്കുന്നത് കാണാൻ പാടില്ല. അതുകൊണ്ട് ഈ ചേച്ചി കൊന്ത പാത്തു വെച്ചിരിക്കുക. ക്രിസ്ത്യാനികളുടെ വീടാണ്. ഈ ചേച്ചി കൊന്ത ബാഗിനകത്ത് സൂക്ഷിച്ചിട്ട് വെളുപ്പിന് 2:30 ആകുമ്പോഴേ ടൈം പീസ് വെച്ച് മൊബൈൽ വെച്ച് എഴുന്നേറ്റ് 3 മണിക്ക് ടോയ്ലറ്റിനകത്ത് പോയിരുന്നാണ് 3 മണിക്ക് കൊന്ത ചൊല്ലി ഈ വീടിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഭർത്താവ് പറയാണ്, ആരോ എന്തോ ചെയ്തിട്ടാണ് ഞങ്ങൾ തകർന്നത്. ഞാൻ ഉടനെ മാറ്റി കുറിച്ചു. അദ്ദേഹത്തിന് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് അടുക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. അത് അദ്ദേഹത്തിന്റെ നെറ്റി ചുളിയാനിടയായി. ശ്രദ്ധിച്ച്, ഈ വ്യക്തി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം ഏതോ തിന്മയുടെ ശക്തി കയറി ഭരിക്കുന്നോണ്ടാണെന്നാണ്. ഈ വ്യക്തി ദൈവത്തോട് അടുക്ക ഒരു പ്രാർത്ഥനക്കാരും പറഞ്ഞിട്ടില്ല. അനേകം പ്രാർത്ഥനക്കാർ പറയില്ല, സ്ഥലത്തിന്റെ പ്രശ്നം, വീടിന്റെ പ്രശ്നം, കഴിഞ്ഞ ആൾ ഇതിനു മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന ആളുടെ പ്രശ്നമാണ്, ഇവിടെ കൂടോത്രം ചെയ്തിട്ടുണ്ട്, മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ തകരുന്നത്. വ്യക്തിയുടെ മാറ്റം സംഭവിക്കാത്തോണ്ടാ തകർച്ച വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരാളുടെ മാനസാന്തരത്തിലാണ്. ഒരാൾ മാനസാന്തരപ്പെടുമ്പോഴാണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, നമ്മുടെ മക്കൾക്ക് ഒരു ജോലി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം, ഒരു വീട് മേടിക്കുമ്പോൾ സന്തോഷം, പൈസ കൈ കിട്ടുമ്പോൾ സന്തോഷം, നമുക്ക് സന്തോഷം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുമ്പോഴാണെങ്കിൽ ശ്രദ്ധിച്ച്, സ്വർഗത്തിലെ ദൈവം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം വരുത്തുമ്പോൾ മാത്രമാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിൽ അധികം ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മാറ്റം വരുത്താൻ ഇഷ്ടമല്ല. ജീവിതത്തിൽ മാറ്റം വരുത്താത്തവരുടെ ജീവിതത്തിലാണ് തടസ്സങ്ങൾ. ഇനി ശ്രദ്ധിച്ചേ, മാറ്റം വരുത്തിയുള്ള പ്രശ്നത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചാൽ മനസ്സിലായത്, പാപത്തിൽ ഇരിക്കുന്ന ഒരാളുടെ സ്റ്റീറിങ് ദൈവത്തിന്റെ കയ്യിലായിരിക്കില്ല, നിയന്ത്രണം പിശാചിന്റെ കയ്യിലായിരിക്കും. പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന ഒരാളുടെ നിയന്ത്രണം മുഴുവൻ പിശാച് ഏറ്റെടുക്കും. ഒരാൾ പറഞ്ഞു, ഭയങ്കര അറിവുള്ള ഒരാൾ പറഞ്ഞു, അച്ഛന്മാർക്കൊക്കെ വലിയ ആളാകാൻ വേണ്ടി 6-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചതാണ് കുമ്പസാരം. അച്ഛന്മാർക്കൊക്കെ വലിയ ആളായി ഇങ്ങനെ ഗമിച്ച് ആളാകാൻ വേണ്ടി 6-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചതാണ് കുമ്പസാരം. എന്തിനാണ്? ആ വ്യക്തിയോട് ചോദിച്ചു, എന്തിനാണ് അച്ഛന്മാരോട് പറയുന്നത്? നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരെ. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് ഒരു വ്യക്തി തന്റെ പാപം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു പുരോഹിതനോട് തന്നെ പറയണം, ഏറ്റുപറയണം. അത് ദൈവഹിതാണ്. ആ വ്യക്തിക്ക് ചിലപ്പോൾ തലയിലുണ്ട് ഇങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ടാകും, അത് ആ വ്യക്തിയുടെ മാത്രം ചിന്തയാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, പാപത്തിൽ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് പനി വന്നാൽ അതിന്റെ സ്വഭാവം എന്തൊക്കെയാ? എനിക്ക് പനിയുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഇപ്പൊ ഇത്രയും സമയം നിൽക്കാൻ പറ്റില്ല, കാല് കുഴയുന്ന പോലെ തോന്നും, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വായിക്ക് വിശപ്പുണ്ടാകത്തില്ല, കയ്പായിരിക്കും, ക്ഷീണമായിരിക്കും, എപ്പോഴും കിടക്കണമെന്ന് തോന്നും. ഇതെന്തിന്റെ സ്വഭാവമാണ്? നമുക്ക് പനിയുടെ സ്വഭാവമാണിത്. ക്ഷീണം, വയ്യ, മരുന്ന് കഴിച്ച് തല പൊങ്ങുന്നില്ല, ഉറക്കം, കാലും കൈയും കുഴയുന്ന പോലെ, വേദന, വിശപ്പില്ല, ഭക്ഷണത്തോട് താല്പര്യമില്ല. ഇത് പനി അകത്തുള്ളതിന്റെ ലക്ഷണമാണ്. ഇനി ഓർത്ത്, നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് തോക്കുന്നു, പരാജയപ്പെടുന്നു, ഉയർച്ചയില്ല, വളർച്ചയില്ല. ഇതെന്തിന്റെ ലക്ഷണമെന്ന് അറിയാം? ഒരു വ്യക്തി പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ നിയന്ത്രണം പിശാച് ഏറ്റെടുത്തതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന പല തകർച്ചകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാരണം. പറഞ്ഞു ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി അവർക്ക് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താൻ. ശ്രദ്ധിച്ചേ, പാപം, എല്ലാ മനുഷ്യരും പാപം ചെയ്യും, കാരണം മനുഷ്യൻ ബലഹീനനാണ്. പക്ഷെ പാപം ചെയ്തിട്ടും ഒരു കൂസലുമില്ലാത്ത മനസ്സാണ് പിശാചിന്റെ അടിമത്തത്തിൽ കഴിയുന്നത്. ഹല്ലേലൂയ. പിന്നെ കാര്യം, ഒരു വീട്ടില് പലതരത്തിലുള്ള തകർച്ചകളും പരാജയങ്ങളും, കൃഷി ചെയ്താലും മെച്ചയില്ല, ബിസിനസ് നടത്തിയാലും മെച്ചയില്ല, പിള്ളേര് പഠിക്കാൻ പോയിട്ടും അവിടെയും നന്നായിട്ട് പറ്റുന്നില്ല, എല്ലാത്തിനും അടഞ്ഞ വാതില് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പിശാച് ഏറ്റെടുത്തു വെച്ചോണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ പാപത്തെ അനുതപിച്ചു വെറുത്തുപേക്ഷിക്കുമ്പോ ഇതേ നിയന്ത്രണം സർവശക്തനായ ദൈവം ഏറ്റെടുക്കും. ഹല്ലേലൂയ.
എന്തെന്ന് മനസ്സിലായോ? ഒരു വ്യക്തി എന്തിനാ കുമ്പസാരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചതല്ലേ? ഞാൻ എന്റെ പാപം അനുതാപത്തോടെ ഏറ്റു പറയുമ്പോ എന്റെ നിയന്ത്രണം, എന്റെ കുടുംബത്തിന്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കും. ദൈവം ഏറ്റെടുത്ത നിയന്ത്രണമാണെങ്കിൽ ചെല്ലുന്ന സ്ഥലങ്ങളിൽ തടസ്സമുണ്ടെങ്കിലും അത് ദൈവം തന്നെ ഒരു വ്യക്തിയെ പോലെ എടുത്തു മാറ്റി ആ വ്യക്തിക്ക് ഒരു ഉയർച്ച കൊണ്ടുവന്നു തരും. പിശാചിന്റെ സ്വഭാവം വ്യക്തിയെ ഉയർത്തുകയല്ല, വ്യക്തിയെ അടിക്കടി തകർക്കുക എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ച്, പിശാച് അനേകരെ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു ലോകമാണിന്ന്. പിശാച് അനേകരെ ചൂണ്ടയിട്ട് പിടിക്കും. എങ്ങനെയാണ് ചൂണ്ടയിടാൻ പോയിരിക്കുന്നത്? ചൂണ്ടയിടാൻ പോകുമ്പോൾ ചൂണ്ടയുടെ കൊളുത്തിൽ മീനുകൾ ആകർഷിക്കുന്ന ഇരകളെ ആ ചൂണ്ടയിൽ കൊളുത്തിയിടും. മീൻ വിചാരിക്കും ഇത് നല്ല വയറു നിറയാൻ പറ്റിയ ഒരു വിഭവമാണെന്ന് പറഞ്ഞ് കൊത്തുമ്പോൾ അതിനകത്തിരിക്കുന്ന കൊളുത്ത് തൊണ്ണയ്ക്ക് കൊടുക്കും. അതാ വ്യക്തിയുടെ തകർച്ച. ഇതുപോലെ തന്നെ പിശാച് അനേകരെ ചൂണ്ടയിട്ട് കൊളുത്തിൽ പിടിക്കുക. ചെറിയ ചെറിയ ആകർഷണങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് കണ്ടും കേട്ടും പറഞ്ഞും ചെയ്തും ചില കൊളുത്തുകൾ പെട്ടിങ്ങനെ കിടക്കുകയാണ്. അതെന്നും ഉയർച്ചയ്ക്കല്ല, തകർച്ചയ്ക്കേ വഴിതെളിക്കുള്ളൂ. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒത്തിരി പേരുടെ ഒരു സങ്കടം, ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണോ ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നത്? ഞങ്ങൾ ഒന്നിനൊന്നിന് തകരുന്നതിന്റെ കാരണം എന്ത്? ഞങ്ങൾ ഒന്നിനൊന്നിന് വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്ത്? ഞങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ജോയിച്ചേട്ടൻ ഒരു വചനം പറഞ്ഞായിരുന്നു. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ്, 18-ാം അധ്യായത്തിലൊരു വചനമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പല്ല് എങ്ങനെയാ പുളിക്കുന്നേ? ഇങ്ങനെ ഒരു വചനമുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു. മക്കള്, ചെറിയ പ്രായമുള്ള മക്കള് വളർന്നു വരുമ്പോ അവരുടെ പല്ലെങ്ങനെയാ പുളിക്കുന്നേ? എന്നിട്ട് ബൈബിള് പറയാ, നിങ്ങൾ ഇപ്പോഴും ആ പഴമൊഴി ആവർത്തിക്കുകയാണോ? ഒരു കാര്യം ശ്രദ്ധിച്ച്, ചില കുടുംബങ്ങളെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ജലദോഷപ്പനി, പകർച്ചപ്പനി പിടിക്കുന്നത് പോലെയാ. കുടുംബത്തിൽ അപ്പനും അമ്മ അപ്പൻ ഇങ്ങനെ തെറ്റായ വഴിയിൽ കൂടെ ജീവിച്ചു, കുറച്ച് കഴിയുമ്പോൾ മക്കളും അതേ വഴിയിലേക്ക് വരുന്നു. ഞാൻ ഇങ്ങനെ കുറച്ച് നാളായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വചനം വായിക്കുകയും പഠിക്കുകയും ഇതൊരു ക്ലാസ് ആയിട്ട് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി. കാരണം അനേകര അനുഭവം ആളുകൾ വന്ന് പറയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ തകർച്ച വന്നുകൊണ്ടിരിക്കുക, അച്ഛാ ഞങ്ങളുടെ മക്കൾ ഇത് അങ്ങനെ പോകുന്നു, തകർന്നു പോകുന്നു. ഇതിന്റെ കാരണം ചോദിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം. ഇതിനകത്ത് 3 അപ്പന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ആദ്യം കാണുന്ന അപ്പനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ അപ്പൻ നീതിയോടെ ജീവിച്ചു. അപ്പന്റെ പ്രത്യേകത ഇതാണ് എഴുതിയിരിക്കുന്നത്, 18-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഒരുവൻ നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ആണെന്നിരിക്കട്ടെ, അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല. അവൻ അന്യ ദൈവാരാധനയിലേക്ക് പോകില്ല. അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യില്ല. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല. കടക്കാരന് പണയവസ്തു തിരികെ കൊടുക്കും, കൊള്ളയടിക്കില്ല. അവൻ വിശക്കുന്നവൻ ആഹാരം നൽകും, നഗ്നന് വസ്ത്രം കൊടുക്കും. അവൻ പലിശ വാങ്ങത്തില്ല, ലാഭം എടുക്കുന്നില്ല, അകൃത്യങ്ങൾ ചെയ്യുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കും. അവൻ എന്റെ കൽപ്പനകൾ അനുസരിക്കും, പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കും. അവനാണ് നീതിമാൻ, അവൻ തീർച്ചയായും ജീവിക്കും. ഹല്ലേലൂയ. ഇതൊരു അപ്പനാണ്. ഇതൊരു അപ്പനെ കുറിച്ച് ബൈബിൾ എസെക്കിയേൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അപ്പൻ നന്നായിട്ട് ജീവിച്ചു. ആ അപ്പൻ ആ കുടുംബത്തിൽ അതിൻ്റെതായ നന്മയുണ്ടായി. ഹല്ലേലൂയ. ഇനി അടുത്തത്, ഈ അപ്പം നല്ലൊരു അപ്പനാണ്, പക്ഷെ മക്കള് തോന്നിയ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 10 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അപ്പൻ നല്ല ഒരു അപ്പൻ, പക്ഷെ മക്കൾ മോശ വഴിക്ക് പോയി. എന്ത് സംഭവിച്ചു? ഇത് എഴുതിയിരിക്കുകയാണ്. എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകയുമായ ഒരു പുത്രനുണ്ടെന്നിരിക്കട്ടെ. അവൻ തന്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകളെല്ലാം ചെയ്തു, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിച്ചു, അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തി ചെയ്യുന്നു. അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിച്ചു, കൊള്ള ചെയ്തു, പണയവസ്തു തിരിച്ചു കൊടുത്തില്ല, വിഗ്രഹങ്ങളുടെ നേരെ പുറകെ പോയി, മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു, പലിശ കൊടുത്തു, ലാഭം കണ്ടമാനം എടുത്ത്. അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ? മ്ലേച്ഛതകളൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് അവൻ തീർച്ചയായും നിപതിക്കും. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ച്, ഇത് ഒരു അപ്പനെ കുറിച്ച് പറഞ്ഞു. 2 സ്വഭാവമുള്ള ഒരപ്പൻ നല്ലതായിട്ട് ജീവിച്ചു, ആ കുടുംബത്തിൽ തന്നെ നന്മയുണ്ടായി. ഒരു കുടുംബത്തിൽ അപ്പൻ നല്ലതാണ്, മക്കൾ മോശ വഴിക്ക് പോയി. ഇനി ശ്രദ്ധിച്ച്, നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു അവസ്ഥയിൽ അടുത്ത വചനം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൻ മോശ വഴിക്ക് പോയി,
മക്കൾ അതെല്ലാം കണ്ടു പഠിച്ചു. എന്ത്? ഈ തെറ്റായ വഴി ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവർ ശരിക്കും എളിമപ്പെട്ട് ദൈവത്തോട് ചേർന്നപ്പോൾ ആ കുടുംബത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടായി. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും തെറ്റായ വഴിക്ക് പോവുകയാണ്, ഞങ്ങളുടെ മക്കൾ നശിച്ചു പോവുക, അതുകൊണ്ടാണോ? നിങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങളുടെ കുടുംബത്തിൽ ആ തകർച്ച, ആ ഒരു തിന്മ അവിടം കൊണ്ട് നിൽക്കണമെങ്കിൽ ആ വീട്ടിലെ ബുദ്ധിയും ബോധവും ദൈവിക ജ്ഞാനവും ഉള്ളവർ പരിഹാരം ചെയ്ത് നിരന്തരം പ്രാർത്ഥിച്ചാൽ തലമുറകളായി വന്ന പാപശാപ ബന്ധനങ്ങൾ അവിടം കൊണ്ട് നിൽക്കും. അത് അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്തു പോകത്തില്ല. പകർച്ചപ്പനി പോലെ അത് മക്കളിലേക്ക് പിടിക്കും. ചിന്തിക്കുക പോലും വേണ്ട. എന്നും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇനി ഈ വചനം ശ്രദ്ധിച്ചു കേട്ടെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഒരു മനുഷ്യന് ഒരു പുത്രൻ ജനിക്കുകയും അവൻ തന്റെ പിതാവിന്റെ പാപം കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിച്ചില്ല, ഇസ്രായേലിലെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തിയില്ല, അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തിയില്ല, ആർക്കും ദ്രോഹം ചെയ്തില്ല, അങ്ങനെ ദൈവഭക്തിയോടെ ജീവിച്ചു. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, അങ്ങനെയെങ്കിൽ അവൻ തന്റെ പിതാവിന്റെ അകൃത്യം മൂലം മരിക്കുകയില്ല, അവൻ തീർച്ചയായും ജീവിക്കും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് ഈ വചനം ശ്രദ്ധിച്ച് 18-ാം അധ്യായം 19-ാമത്തെ വാക്യം നമ്മളൊക്കെ പറയുന്ന, പിതാവിന്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്തത് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഹല്ലേലൂയ. നോക്കിയേ, പിതാവ് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ശിക്ഷ മക്കളിലേക്ക് വരാത്തത് നിങ്ങൾ ചോദിക്കുക. ഇനി ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. ദൈവത്തിൽ നിന്നകന്ന് ജീവിക്കുന്നവരിലെ തിന്മ ചാടി കയറി പിടിക്കുള്ളൂ. ഹല്ലേലൂയ. എന്ന് മനസ്സിലായോ? അതായത് നിങ്ങൾ ഇനി ആ വീട്ടുകാരെ കുറിച്ചോ ഈ വീട്ടുകാരെ കുറിച്ചോ ആ വ്യക്തിയെ കുറിച്ചോ ഇതുകൊണ്ടാണോ തകർച്ച അതുകൊണ്ടാണോ ഒന്നും, നിങ്ങൾ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു തിന്മയും നിങ്ങളുടെ മേൽ ചാടി വീഴത്തില്ല. കരടിയെ പോലെ ചാടി പിടിക്കുകയില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ആ കുടുംബത്തിൽ ദൈവീക ജ്ഞാനമുള്ളവർ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ആ തിന്മ. ഇനി ശ്രദ്ധിച്ച, ചില കുടുംബത്തിലെ അപ്പൻ ഭയങ്കര മദ്യപാനവും തെറ്റായ ജീവിത രീതിയും, അമ്മ മുട്ടേ നിന്ന് ദൈവമേ ഈ പാപത്തിന്റെ ഈ ദേഹം ചെയ്തു കൂട്ടുന്ന പാപത്തിന് മക്കളിലേക്ക് തകർച്ച വരരുതേ എന്ന് പറഞ്ഞ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച എത്ര കുടുംബങ്ങളിൽ മക്കള് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? എത്ര കുടുംബങ്ങൾ അപ്പം കുടിച്ചു നടക്കുന്നു, മക്കളും അതിനേക്കാൾ വലിയ കുടിയന്മാരായ ഒരുപാട് കുടുംബമുണ്ട്. അങ്ങനെ ആ കുടുംബത്തെ പരിശോധിച്ച് നോക്കിക്കേ, ആ കുടുംബത്തിൽ ദൈവിക ജ്ഞാനമുള്ള ആരും ഉണ്ടായിരുന്നില്ല. അവർ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. അവരെപ്പോഴും അയ്യോ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ അയ്യോഭാവം പറഞ്ഞുകൊണ്ടിരുന്ന് ഇതാ അതിനേക്കാൾ വലിയ തകർച്ച തലമുറകളിലേക്ക് ബാധിച്ചു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ ഒരു ബോധ്യം പറയാം, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ തലമുറകൾ എന്തെല്ലാം തകർച്ചകൾ വന്ന് ഇതിനു മുമ്പ് വന്ന ആളാണേലും ഇന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളോടൊരു കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ കരങ്ങൾ വിരിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചാൽ എത്ര വലിയ തിന്മയുടെ കൂടളകി ഇങ്ങോട്ട് വന്നാലും അത് അവിടം കൊണ്ട് നിൽക്കും. അത് അടുത്ത തലമുറയിലെ ചാടി കടുവ പിടിക്കുന്നത് പോലെ, കരടി പിടിക്കുന്ന പോലെ ചാടി പിടിക്കില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവവചനം കേട്ട് ദൈവത്തോട് ചേർന്ന് ദൈവിക കാര്യങ്ങൾ ചെയ്തു പ്രവർത്തിച്ച നിങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാ ഒരു നന്മയും ഉയർച്ചയും ഉണ്ടാകും. ഹല്ലേലൂയ. ഇനി ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന ആൾ, നിങ്ങളുടെ സ്ഥലത്തിന് ആ പ്രശ്നം, ആളുകൾ ആദ്യം പറയുന്ന പ്രാർത്ഥിക്കാൻ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ദയവ് ചെയ്ത് ഒരു പ്രാർത്ഥനക്കാരെയും വിളിച്ച് പ്രാർത്ഥിച്ചേക്കരുത്. നിങ്ങളുടെ പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വൈദികൻ പറയാതെ ഒരു പ്രാർത്ഥനക്കാരൻ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് പ്രാർത്ഥിക്കരുത്. ഒരുപാട് പ്രാർത്ഥനക്കാർ ഒരു ബിസിനസ് പോലെ ഇറങ്ങി വീടുകളിൽ കയറി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യം പറഞ്ഞിട്ട് അവർക്കൊരു തലവേദന കൊടുത്തിട്ട് അങ്ങോട്ട് പോകും. അവർ ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അറിയാം സ്ഥലത്തിന്റെ പ്രശ്നമല്ല, വ്യക്തിയുടെ പ്രശ്നമാണ്. ഇവര് കൂടുതൽ നീറിപ്പോകയോ, അയ്യോ ആ ചേട്ടൻ വന്നിട്ട് സ്ഥലപ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യേണ്ടത്? 101 തിരികെത്തിച്ചാൽ മതിയോ? തലകുത്തി നിന്നാ മതിയോ? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച്, ആളുകൾ വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ ഒരു ശക്തിക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സക്കേവൂസിനോട് ഈശോ പറയണമായിരുന്നു, നിന്റെ ആ സ്ഥലം വിറ്റ് നീ വേറൊരു സ്ഥലം എടുക്കും, നീ രക്ഷപ്പെടും എന്നല്ല പറഞ്ഞത്, നീ ജീവിതത്തിൽ മാറ്റം വരുത്തി. അപ്പൊ ഒരു മാറ്റം. അന്ധനായ വ്യക്തിയോട് പറഞ്ഞു, സമറിയക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞത്, നിങ്ങൾ വിറ്റ ആ സ്ഥലമില്ല അത് വിറ്റുകളാ, നിങ്ങളുടെ ആ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്നല്ല പറഞ്ഞത്, നീ നിന്റെ പാപം ഉപേക്ഷിക്കാനാ പറഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എന്നോടും നിൽക്കുന്ന എന്നോടും ഇവിടെയുള്ള എല്ലാവരോടും ദൈവം പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്ത്.
സ്ഥലപ്രശ്നമാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ആ സ്ഥലത്തിന്റെ പ്രശ്നമല്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ ഒരു സ്ഥലപ്രശ്നത്തിന് അവിടെ സ്ഥാനമില്ല. ഏത് വലിയ തടസ്സവും മാറും. ചെങ്കടൽ രണ്ടായി മാറിയതുപോലെ ജീവിതത്തിൽ എത്ര വലിയ പിശാച് അടച്ചു വച്ചിരിക്കുന്ന വാതിലും ദൈവം തുറക്കും മാറ്റം വരുത്തുമ്പോ. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ താഴ്ത്താം. ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക ശക്തി നിറയുന്ന വഴികളായതെല്ലാം. അതായത് നമ്മൾ വ്യാജപ്രവാചകന്മാരുടെ വാക്ക് കേട്ട് ആ വഴി പോകരുത്. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വഴിയെ പോകാതിരിക്കുക. അത് മാറ്റം വരുത്ത്. ജീവിതത്തിൽ ഒരു മാറ്റം. മദ്യപിക്കുന്ന ആളാണ്, മദ്യപാനം നിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുക. തെറ്റായ വഴിയിലൂടെ പോകുന്ന ഒരാൾ അതിൽ നിന്ന് നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. കയ്യിൽ വായിൽ സ്തോത്രവും കയ്യിൽ സൂത്രവും ഉള്ള പരിപാടി ദൈവത്തിന് ഇടപെടാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാ തോന്നിവാസം കാര്യങ്ങളും ചെയ്യും. ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആളുമായിരിക്കും. അത് ശരിയല്ല. ജീവിതത്തിൽ ഒരു ബാലൻസ് വേണം. പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹർഞ്ഞി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ശ്രദ്ധിച്ചു, ഒരുപാട് ആളുകൾ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് തന്നെ മദ്യപാനം നിർത്തിയിട്ടുണ്ട്, പുകവല നിർത്തിയിട്ടുണ്ട്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കും, കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തി, കഞ്ചാവ് ഉപയോഗിച്ചിട്ട് തൊണ്ണ പൊട്ടിപ്പോയ വ്യക്തി, കഞ്ചാവ് ഉപയോഗിച്ചിട്ട് തൊണ്ണ പൊട്ടുക എന്ന് പറഞ്ഞാൽ എന്തേരം കഞ്ചാവ് ഉപയോഗിക്കണം നിങ്ങൾ ചിന്തിച്ചു. തൊണ്ണ പൊട്ടിയിട്ട് പുള്ളി നാക്കേന്ന് ചോര തൊട്ട് കാണിച്ച് കഞ്ചാവ് ഉപയോഗിച്ചിട്ട് തൊണ്ണ പൊട്ടി. ഭാര്യയും മക്കളുള്ള വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിയൊക്കെ അദ്ദേഹം പറഞ്ഞു കൂട്ടുകാർ വിടിയല. അദ്ദേഹം ഇവിടെ ധ്യാനം കൂടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയ സമയത്ത് ബൈക്ക് രണ്ടുപേര് വന്നിട്ട് കഞ്ചാവിന്റെ പൊതി കീശയിലിട്ട് കൊടുത്തു. കീശയിലിട്ട് നീ പിന്നെ ആകുമ്പം പൈസ തന്നാ മതി എന്നാ പറഞ്ഞത്. ഈ വ്യക്തി പറഞ്ഞു എനിക്ക് ഒരിക്കലും ഇവിടുന്ന് വല്ല സ്ഥലം വിറ്റ് വല്ല വേറെ എവിടെയെങ്കിലും പോകണം. ആ വ്യക്തി ഇവിടെ 2-3 പ്രാവശ്യം ധ്യാനം കൂടി അദ്ദേഹം ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ട് എനിക്കറിയാം. ഹല്ലേലൂയാ. അതുകൊണ്ട് ആ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടായി. അല്ലാണ്ട് സ്ഥലപ്രശ്നമല്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ ദൈവശക്തി പ്രവർത്തിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ചില വ്യക്തികളുടെ വലിയ സങ്കടം മന്ത്രവാദമാണ്, കൂടോത്രമാണ്, ക്ഷുദ്രപ്രയോഗമാണ്, ആ പൂജ ചെയ്ത് ഇതെല്ലാം ചെയ്ത് ഞങ്ങളെ തകർത്തിരിക്കുവാണെന്ന് പറയരുത്. കാരണം നിങ്ങൾ പാപത്തിലാണെങ്കിൽ, പാപത്തിന്റെ ബന്ധനത്തിലാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പിശാചിന്റെ കയ്യിലാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന വ്യക്തി കൂടോത്രവും മന്ത്രവാദം ചെയ്താൽ നമുക്കത് ഏക്കും. ഹല്ലേലൂയാ. ഒരിക്കൽ കൂടി പറയാം, എപ്പോഴാ ഒരു വ്യക്തി മന്ത്രവാദം, തിന്മ, അന്ധകാര ശക്തികളോട് കൂട്ടിച്ചേരും എനിക്കും എന്റെ കുടുംബത്തിന് ഏക്കുന്ന? ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോഴാ ഇത് ഏക്കുള്ളൂ. ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുന്ന, എന്റെ പാപത്തെ കുറിച്ച് അനുതപിച്ച് ദൈവവചനം പറയുന്നതനുസരിച്ച് ജീവിതം ക്രമീകരിച്ച ഒരാളാണെങ്കിൽ 100 പേര് ഇരുന്ന് ഒരു തിന്മശക്തിയോട് എനിക്കെതിരെ പ്രവർത്തിച്ചാൽ അത് ഏൽക്കത്തില്ല. ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഇത് ശരിക്കും മനസ്സിലാക്കിക്കോ. ഇത്രയും പേര് പ്രാർത്ഥിക്കുമല്ലേ, അവര് ചെയ്ത ഇവര് ചെയ്ത്, ഞങ്ങളുടെ ബിസിനസ് അങ്ങനെ തകർന്നു, ഞങ്ങളുടെ വീട് ഇങ്ങനെയാ തകർന്നു, ഞങ്ങളുടെ ബന്ധം ഇങ്ങനെയാ തകർന്നു. ഇതൊന്നും നമ്മൾ പാപത്തിലാണെങ്കിലേ ഇത് ഏക്കുള്ളൂ. അല്ലെങ്കിൽ ദൈവശക്തിയുടെ സംരക്ഷണം നമുക്കുണ്ടാകും. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് സങ്കീർത്തനം 125:2. പർവ്വതങ്ങൾ ജെറുസലേമിലെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ഇന്ന് നിന്റെ ദൈവം നിന്നോട് ചേർന്നിരിക്കും. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയാ. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്. നമ്മൾ ഇന്ന് കണ്ടു, ദൈവം നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാനസാന്തരമാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയാം. ഒരുപാട് സ്തോത്രം ഹല്ലേലൂയ പറയാൻ എനിക്കും നിങ്ങൾക്കും പറ്റും. കാരണം നമുക്കിപ്പോൾ ആരോഗ്യവും ശബ്ദവും ഉള്ളത് കൊണ്ട്. നമ്മളുടെ ഹൃദയത്തിൽ മാറ്റം വരുത്താനാണ് വലിയ ബുദ്ധിമുട്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനാണ് ബുദ്ധിമുട്ട്. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ, ഇന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഒരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ. നിങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തി കാണാൻ സർവശക്തനായ ദൈവം എന്തേറെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവോ? നിങ്ങളുടെ ജീവിതത്തിൽ ചില പറയുന്ന സ്വഭാവം, ചീത്ത പറയുന്ന സ്വഭാവം, തെറ്റായ ബന്ധങ്ങൾ, രീതികൾ, ശൈലികൾ, സ്വഭാവം, മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, ഇതൊക്കെ ഞാൻ മാറ്റം വരുത്തുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം സാധിച്ചു തരും, എന്റെ ഉള്ളങ്കയിൽ വെച്ച് തരും. ചേർന്ന് ഉറക്കെ പറയാമോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുപക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന സ്ഥലം മേടിക്കുമ്പോഴും വീട് വെക്കുമ്പോഴും ജോലി കിട്ടുമ്പോഴും ഒക്കെ ആയിരിക്കും. എന്റെ വിവാഹം നടന്നു കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ശ്രദ്ധിച്ച്, ഒരു വ്യക്തിയുടെ മാനസാന്തരം നടക്കുമ്പോഴാ സ്വർഗത്തിലെ ദൈവം അതിയായി സന്തോഷിക്കുന്നത്. ലൂക്കാസ് സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവം എന്തേറെ സന്തോഷിക്കുന്നു. ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോ സ്വർഗം അതിയായി സന്തോഷിക്കും. ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എവിടെയാ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖല?
ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച്, ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ കുറെ പ്രാവശ്യം ദൈവമേ നന്ദി നന്ദി എന്നൊക്കെ പറഞ്ഞു പോകാനല്ല, എന്റെ ജീവിതത്തിൽ മാറ്റേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച്, ഒരു വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി പറഞ്ഞു, അവരെന്തോ ചെയ്തിട്ടാ അച്ഛാ ഞങ്ങളുടെ ബിസിനസ് തകർന്നു പോയത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായി. ഇപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്നത് ആരോ പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് ആരോ പറഞ്ഞുകൊണ്ട് വന്ന. പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിലെ ആ വ്യക്തിയുടെ ജീവിത പങ്കാളി വെളുപ്പാൻ കാലത്ത് 3 മണി 2:30 എഴുന്നേറ്റ് 3 മണിക്ക് ടോയ്ലറ്റിൽ ഇരുന്ന ഭർത്താവും മക്കളും ഒന്നും കേൾക്കാതെ ടോയ്ലറ്റിന്റെ വാതിലടച്ച് പമ്മി പതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുക. സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെയാ പ്രാർത്ഥന. പക്ഷെ ബിസിനസ് തകർന്നപ്പോ ആരോ എന്തോ ചെയ്താന്നാ പറഞ്ഞേ. പ്രിയപ്പെട്ടവർ, ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ദൈവത്തോട് അടുക്കുക, ഒരു മാറ്റം വരുത്ത്, നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക, പാപമേറ്റു പറ. ഇത് 6-ാം നൂറ്റാണ്ടിൽ അച്ഛന്മാർക്ക് ആളാകാൻ വേണ്ടി കണ്ടുപിടിച്ച കൂദാശയൊന്നുമല്ല. ഇത് ദൈവം ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കൂദാശയാണ്. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കൊരു നിമിഷം 2 കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശ്രമിക്കുകയും ചെയ്ത, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പരിശ്രമിക്കുകയെങ്കിലും ചെയ്തത് ദൈവം അറിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ കയ്യിൽ വെച്ച് തരും. ഞാൻ അലയേണ്ട വരില്ല. ഒരു നിമിഷം ഒന്ന് ആഗ്രഹിച്ച്, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകൾ എന്തൊക്കെയാണ്? ഞാൻ ഈ പ്രാർത്ഥിക്കുന്നയാളാ, പക്ഷെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്, മാനസാന്തരത്തിന് ചേർന്ന ഒരു ഫലം പുറപ്പെടുവിക്കാൻ എന്താ താമസിക്കുന്നത്? ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് അങ്ങനെ ഒരു നല്ല തീരുമാനം എടുത്താൽ, ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കും.